ഇന്ന് നടത്തിയ ആംബുലൻസ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി നവംബർ 26. ക്വസ്റ്റ്യൻ നമ്പർ 3, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുത്താത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ക്വസ്റ്റ്യൻ നമ്പർ 4, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 5, താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 6, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 7, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? ആൻസർ ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 8, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 9, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 10, സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ. ക്വസ്റ്റ്യൻ നമ്പർ 11, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ഗഗൻയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 12, 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? ആൻസർ ഓപ്ഷൻ സി സ്പെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി WC ബാനർജി. ക്വസ്റ്റ്യൻ നമ്പർ 14, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ധാക്ക. ക്വസ്റ്റ്യൻ നമ്പർ 15, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ക്വസ്റ്റ്യൻ നമ്പർ 16, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം ആയിരുന്നു? ആൻസർ ഓപ്ഷൻ സി 1 and 3. ക്വസ്റ്റ്യൻ നമ്പർ 17, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി രാജാ റാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 18, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ആൻസർ ഓപ്ഷൻ ബി VP മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 19, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ആൻസർ ഓപ്ഷൻ എ കാർഷിക മേഖല. ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 21, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 22, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 23, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ആൻസർ ഫോർവേഡ് ബ്ലോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 24, മലബാർ കലാപം ഉണ്ടാക്കുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി വില്യം ലോഗൺ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 25, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം. ക്വസ്റ്റ്യൻ നമ്പർ 26, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ചാലക്കുടി പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 27, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ആൻസർ ഓപ്ഷൻ ബി പാമ്പാടും ചോല. ക്വസ്റ്റ്യൻ നമ്പർ 28, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആൻസർ ഓപ്ഷൻ ബി MB രാജേഷ്. ക്വസ്റ്റ്യൻ നമ്പർ 29, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം?
ആൻസർ ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ മംഗളവനം.